ഭാരതീയ സംസ്കാരത്തെയും ആത്മീയതയെക്കുറിച്ചും ഉള്ള ആഴത്തിലുള്ള അറിവ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നും സ്വായത്തമാക്കിയ സ്പെയിൻ സ്വദേശി ശ്രീമതി നിത്യശ്രീ പൗള സെഗാറ തന്റെ കേരള സന്ദർശനത്തിൽ ക്യാമറയുമായി ചെന്നെത്തിയത് കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം പകർത്താൻ. പക്ഷേ ഇവിടെ അവർ കണ്ടത്, അനുഭവിച്ചത് ഒരു ജനതയുടെ ഭക്തിയുടെയും ആചാരങ്ങളുടെയും ചൈതന്യവത്തായ ദൃശ്യങ്ങളായിരുന്നു. കൊടുങ്ങല്ലൂർ ശബ്ദങ്ങളുടെയും വിശ്വാസത്തിന്റെയും അതിശക്തമായ ഭക്തിയുടെയും നാട്. ഭരണിയുടെ തീപ്പൊരി പോലെ പടരുന്ന ആ ആചാരങ്ങൾ അവർക്കത് ഒരു ദൃശ്യം മാത്രമായിരുന്നില്ല, ഒരു അനുഭവമായിരുന്നു. സ്പെയിനിൽ നിന്നുള്ള നിത്യശ്രീ പൗള സെഗാറ ആദ്യമായി ഈ മണ്ണിൽ കാൽവച്ചപ്പോൾ അവർ ഒരു ദർശക മാത്രമായിരുന്നു. എന്നാൽ ചെണ്ടമേളത്തിന്റെ താളമുയർന്നപ്പോൾ, ആ ആൾക്കൂട്ടത്തിന്റെ ഊർജം അവരെ തൊട്ടപ്പോൾ, ദേവിയുടെ ശക്തി അവരെ ആകർഷിച്ചപ്പോൾ അവർ കേവലം ഒരു കാഴ്ചക്കാരിയല്ലാതായി മാറി. അവർ ആ അനുഭവത്തിന്റെ ഭാഗമായി തീർന്നു. And suddenly I feel this burst of energy in my body. So my body just started shaking without control. And then my mind went somewhere else. Like, it was pure experience. What I knew, what happened, it was just shaking. I don't know, it was moving without any sort of control by my mind. ഭാഷകൾ വ്യത്യസ്തമായാലും നാടുകളേതായാലും വിശ്വാസത്തിന്റെ ഭാഷ ഒന്നു തന്നെയാണ്. ആ അനുഭവം അതാണ് അവരെ ഇവിടവുമായി ബന്ധിപ്പിച്ചത്. ഇത് വെറും ഒരു യാത്രയായിരുന്നില്ല. സനാതന ധർമ്മങ്ങളിൽ നിന്നും ഹൈന്ദവ ആചാരങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അമ്മ നൽകിയ നിത്യശ്രീ എന്ന പേരുമായി ഭാരതമൊട്ടാകെ സഞ്ചരിച്ച ആ ഭക്തിക്ക് ലഭിച്ച ദേവിയുടെ സ്പർശമായിരുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രമുറ്റത്ത് അന്ന് ലോകം കണ്ടത്. ഒരു സാധാരണ ഭക്തയായി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിലെത്തിയ നിത്യശ്രീ പൗള സെഗാറ മറ്റൊരു യാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ്. ഇവിടെ നിന്നും ലഭിച്ച പുതിയ അനുഭവവുമായി, ആത്മബന്ധവുമായി.